എന്റെ ചോദ്യം ഈ അധ്യായത്തെക്കുറിച്ചാണ്. അതിൽ ഇങ്ങനെ പറയുന്നു: യു ചൂസ് എ ഗോൾ നോട്ട് വർതി എനഫ്. ഇറ്റ് മേക്സ് നോ സെൻസ് ടു സ്റ്റേ കോൺസെൻട്രേറ്റഡ് ഓൺ ഇറ്റ്. ഞാൻ 20 വർഷമായി ജോലി ചെയ്യുന്നു. പക്ഷേ ജീവിതത്തിൽ ഇതാണോ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. വിവാഹിതയായി, കുട്ടിയുണ്ട്. അതിനാൽ അവനെ വളർത്താൻ തീർച്ചയായും പണം ആവശ്യമാണ്. അടിസ്ഥാനപരമായി ഞാൻ പണത്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. എന്റെ വ്യക്തിപരമായ സംതൃപ്തി എനിക്ക് ലഭിച്ചിട്ടില്ല. താങ്കളെ കണ്ടുമുട്ടിയ ശേഷവും പിന്നീട് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചും മറ്റും അറിഞ്ഞപ്പോൾ എനിക്കിതിലേക്ക് ഇറങ്ങണം, എന്റെ മനസ്സ് ഇവിടെയുണ്ടാകും, ഞാനിത് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ മകൻ ഉന്നത വിദ്യാഭ്യാസം നേടാൻ പോവുകയാണ്. അതിന് ഒരുപാട് പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും നടത്തി. ഓഹരി വിപണിയിലും നിക്ഷേപം നടത്തി. എനിക്ക് നേരത്തെ വിരമിക്കാൻ സാധിക്കാനും അതിനുശേഷം താങ്കളോടൊപ്പം ഈ ദൗത്യത്തിൽ ചേരാനും വേണ്ടിയാണിത്. ആ ലക്ഷ്യത്തിലെത്താൻ ഏകദേശം 1-1.5 വർഷം എടുക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ശരിയാണോ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ? എനിക്കിപ്പോൾ തന്നെ ജോലി വിട്ട് ഈ ദൗത്യത്തിൽ ചേരാൻ കഴിയുമോ? നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. നോക്കൂ, എന്തെങ്കിലും ഒരു കാര്യം ശരിയല്ലെങ്കിൽ സൈദ്ധാന്തികമായി ഏറ്റവും നല്ലത് എല്ലാം തൽക്ഷണം നിർത്തി ഉടൻ പുറത്തു വരിക എന്നതാണ്. എന്നാൽ പ്രായോഗികമായി നിങ്ങൾക്ക് ഇപ്പോൾ സമയം ആവശ്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ, അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കുറഞ്ഞ സമയം കണക്കാക്കിയത്. ഏകദേശം 1 വർഷമെന്ന ഈ കുറഞ്ഞ സമയം കൊണ്ട്. കുറഞ്ഞ സമയമെടുത്ത് നമ്മൾ ഒരു കാര്യത്തിൽ കുറഞ്ഞ സമയമെടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് കൂടുതൽ ഊർജം കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ സത്യം, യഥാർത്ഥ ജീവിതം ഇതിനു ശേഷമാണ് തുടങ്ങേണ്ടത് എന്ന ഈ സത്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുറത്തു വരാൻ ഒരു അസ്വസ്ഥത നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ട് ഞാൻ ദിവസവും ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴും താങ്കളുടെ വീഡിയോകൾ കേൾക്കാറുണ്ട്. കാര്യങ്ങൾ വഴിതിരിഞ്ഞു പോകാതിരിക്കാനും ആ ഓർമ്മ നിലനിർത്താനും വേണ്ടിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. ഞാൻ നിങ്ങളെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരിക്കും. കൂടാതെ യാദൃച്ഛികമായി പറയട്ടെ, ഞാനും ആഗ്രയിൽ നിന്നാണ്. നമ്മുടെ ജനനവർഷവും ഒന്നാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നിങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായ നിങ്ങളുടെ എല്ലാ ഊർജവും വിഭവങ്ങളും ഉപയോഗിച്ച് എത്രയും വേഗം അത് ഉപേക്ഷിക്കാൻ കഠിനമായി ശ്രമിക്കുക. ശരിയല്ലേ? താങ്ക് യു. വെൽക്കം.